all, welcome to my new video Travel with Neethu. അപ്പോൾ ഇന്ന് പുതിയൊരു വീഡിയോ ആണ് വന്നിരിക്കുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് ഹംഗേറിയൻ പാർലമെൻറ്റ് ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ടിലാണ് കേട്ടോ. അപ്പോൾ കുറേ പേർക്ക് അറിയായിരിക്കും ബുഡാപെസ്റ്റ് എന്ന് പറഞ്ഞൊരു സിറ്റിയിലാണ് ഈ ഒരു ബിൽഡിംഗ് ഉള്ളത്. നമ്മളിപ്പോൾ ടോപ്പ് അട്രാക്ഷൻസ് ഇൻ ബുഡാപെസ്റ്റ് എന്നൊക്കെ അടിച്ചു കൊടുത്താൽ ഏറ്റവും ആദ്യം കാണുന്ന ബിൽഡിംഗ് ഇതായിരിക്കും. ഈ ഒരു സിറ്റിയുടെ തന്നെ ഒരു ഐക്കോണിക് ബിൽഡിംഗ് ആണ്. ഇത് ഹംഗേറി എന്ന് പറഞ്ഞൊരു കൺട്രിയിലത്തെ അതിൻ്റെ ക്യാപിറ്റലായിട്ടുള്ള ബുഡാപെസ്റ്റ് എന്ന് പറഞ്ഞ സിറ്റിയിലുള്ള ഒരു ഐക്കോണിക് ബിൽഡിംഗ് ആണ്. അപ്പോൾ ഇത് പറഞ്ഞപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാവുണ്ടാവില്ലോ അല്ലേ. ഇന്നത്തെ നമ്മുടെ ബുഡാപെസ്റ്റിലെ കുറച്ച് ടോപ്പ് അട്രാക്ഷൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. മെയിനായിട്ട് നമ്മൾ ഈ പാർലമെൻറ്റ് ബിൽഡിംഗ് ആണ് ഫോക്കസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ ഒരു പാർലമെൻറ്റ് ബിൽഡിങ്ങിൻ്റെ വളരെ അടുത്തുള്ള ഒരു ക്ലോസപ്പ് വ്യൂ ആണ് നമ്മളിപ്പോൾ കാണുന്നത് കേട്ടോ. ഈ ഒരു പാർലമെൻറ്റ് ബിൽഡിങ്ങിൻ്റെ സൈഡിലായിട്ട് തന്നെയാണ് ദനൂബ് റിവർ ഉള്ളത്. അപ്പം നമുക്ക് ആ ഒരു റിവർ സൈഡിലുള്ള കുറച്ച് കാഴ്ചകളും കാണാം ഈ ഒരു വീഡിയോയിൽ. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഈ പാർലമെൻറ്റ് ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ടിൽ തന്നെ കാണുന്ന ദനൂബ് റിവർ സൈഡിലാണ്. അപ്പം നമുക്ക് ഈ വീഡിയോയിൽ ഇപ്പോൾ ഒരുപാട് ഷൂസ് കാണാൻ പറ്റുമല്ലേ. വേറൊന്നല്ല, ഇത് ഇവിടുത്തെ ഒരു മെമ്മോറിയൽ മോണുമെൻ്റ് ആണ്. ഷൂസ് ഓൺ ദ ദനൂബ് ബാങ്ക് എന്നാണ് ഇതിനെ പറയുന്നത്. ഈ മെമ്മോറിയൽ മോണുമെൻറ്റിൻ്റെ പിറകിൽ വലിയൊരു ഹിസ്റ്ററി ഉണ്ട്. ഏകദേശം സെക്കൻഡ് വേൾഡ് വാറിൻ്റെ സമയത്ത് ഇവിടുത്തെ ഹംഗേറിയൻ ഫാസിസ്റ്റ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാർ ഇവിടെയുള്ള കുറച്ച് ജൂതന്മാരെ കൊല്ലുകയുണ്ടായി. അപ്പോൾ അവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ ഈ പറഞ്ഞ ആൾക്കാരെ ഈ ഒരു ദനൂബ് റിവർ സൈഡിൽ കൊണ്ടുവന്ന് അവരുടെ ഷൂസ് റിമൂവ് ചെയ്യാൻ പറഞ്ഞതിന് ശേഷം അവരെ വെടിവെക്കുകയായിരുന്നു. അങ്ങനെ അവരുടെ ബോഡി ഈ വെള്ളത്തിലേക്ക് വീണ്, അതായത് ഈ റിവറിലേക്ക് വീണ് അത് ഈ റിവറിലൂടെ ഒഴുകിപ്പോയി എന്നാണ് ഇവിടുത്തെ ഹിസ്റ്ററി നോക്കിയാൽ നമുക്ക് അറിയാൻ കഴിയുന്നത്. അപ്പോൾ അന്ന് മരിച്ചു പോയിട്ടുള്ള ആൾക്കാരുടെ ഓർമ്മയ്ക്കായിട്ടാണ് ഇവിടെ ഇങ്ങനൊരു മെമ്മോറിയൽ മോണുമെൻറ്റ് ഇവർ ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് കുറച്ച് ഷൂസൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റുക. ഇതൊന്നും നമുക്ക് എടുക്കാനൊന്നും പറ്റത്തില്ല. ഇത് അയറണിൽ നല്ല ഫിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഷൂസാണ്. ഇപ്പം നമ്മൾ ഈ പാർലമെൻറ്റ് ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ട് സൈഡിലാണ് കേട്ടോ ഉള്ളത്. ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് ഈ ഒരു പാർലമെൻറ്റിൻ്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വ്യൂ കിട്ടും. ശരിക്കും ഈ ഒരു ബിൽഡിങ്ങിന് ഹംഗേറിയൻ പാർലമെൻറ്റ് ബിൽഡിങ്, അതുപോലെ പാർലമെൻറ്റ് ഓഫ് ബുഡാപെസ്റ്റ്, അതുപോലെ തന്നെ ഹൗസ് ഓഫ് ദ കൺട്രി, ഹൗസ് ഓഫ് ദ നേഷൻ, ഇങ്ങനെ പല പേരിലാണ് അറിയപ്പെടുന്നത്. ഈ ഒരു ബിൽഡിങ് ഹംഗേറി എന്ന് പറഞ്ഞ കൺട്രിയിലെ തന്നെ ഒരു മോസ്റ്റ് പോപ്പുലർ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ്. അതുപോലെ തന്നെ ഇതൊരു നോട്ടബിൾ ലാൻഡ്മാർക്ക് ബിൽഡിങ്ങുമാണ്. ഈ ഒരു ബിൽഡിങ് 1902 നിയോ-ഗോത്തിക് സ്റ്റൈലിലായിട്ട് ഇവിടുത്തെ ഒരു ഹംഗേറിയൻ ആർക്കിടെക്റ്റ് തന്നെ ബിൽഡ് ചെയ്തിട്ടുള്ള ഒരു ബിൽഡിംഗ് ആണ്. ഇനി പറയുവാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബിൽഡിങ്ങിൻ്റെ കൺസ്ട്രക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഈ ഒരു ഹംഗേറി എന്ന് പറഞ്ഞ കൺട്രിയിലെ തന്നെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള ഒരു ബിൽഡിംഗ് ആയിരുന്നു ഇത്. ഈ ഒരു ഏരിയയുടെ ഒരു 360 ഡിഗ്രി വ്യൂ നമുക്കിപ്പോൾ ഇവിടെ കാണാൻ പറ്റും. ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് ഈ ഒരു പാർലമെൻറ്റ് ബിൽഡിങ്ങിൻ്റെ സറൗണ്ടിങ്സ് ഏരിയയാണ്. ഇതുപോലെ കുറേ ബിൽഡിങ്സ് നമുക്ക് കാണാൻ പറ്റും. ഇത് മെയിനായിട്ട് ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ വരുന്ന ഒരു മെയിൻ സെൻറ്റർ ഏരിയയിൽ തന്നെ ആയതുകൊണ്ട് ഇതിന് ചുറ്റും കുറേ റെസ്റ്റോറൻറ്റ്സും കുറേ ഷോപ്സൊക്കെ ഉണ്ട്. ഷോപ്പിങ്ങിനൊക്കെ പറ്റിയ ഒരുപാട് ഏരിയ ഇവിടെ ഉണ്ട്. ഈ ബുഡാപെസ്റ്റിൽ വന്നപ്പോൾ നമുക്ക് തോന്നിയ മറ്റൊരു കാര്യം വളരെ ക്ലീൻ ആയിട്ടുള്ള സിറ്റിയാണ്. ഇവർ എല്ലാ ഏരിയാസും നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഈ പാർലമെൻറ്റ് ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ടിലായിട്ട് തന്നെ വലിയൊരു ഫ്ലാഗ് കാണാൻ പറ്റുമല്ലോ. അത് ശരിക്കും ഈ ഒരു ഹംഗേറിയൻ കൺട്രിയുടെ ഫ്ലാഗാണ്. അപ്പോൾ ഇതൊരു പാർലമെൻറ്റ് ബിൽഡിംഗ് ആയതുകൊണ്ട് തന്നെ ഇവിടെ ഇങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വളരെ ടോളായിട്ടുള്ള ഒരു ഫ്ലാഗ് ഉണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു ബിൽഡിങ്ങിൻ്റെ കൺസ്ട്രക്ഷനെ പറ്റി പറയുകയാണെങ്കിൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഏകദേശം 100,000 ആൾക്കാരാണ് ഈ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാൻ ഇവിടെ ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ബിൽഡിങ്ങിൻ്റെ കൺസ്ട്രക്ഷന് വേണ്ടി യൂസ് ചെയ്തിട്ടുള്ളത് ഏകദേശം 40 മില്യൺ ബ്രിക്സും, അതുപോലെ തന്നെ ഒരു 500,000 പ്രീഷ്യസ് സ്റ്റോൺസ്, അതുപോലെ ഏകദേശം 40 kg ഗോൾഡും ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ബിൽഡിങ്ങിനകത്ത് 691 റൂംസ് ഉണ്ട്. അതുപോലെ ഓൾമോസ്റ്റ് 18,000 മീറ്റർ സ്ക്വയർ ആണ് ഇതിൻ്റെ ഫ്ലോർ ഏരിയ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഹൈറ്റ് ഏകദേശം ഒരു 96 മീറ്റേഴ്സും വിഡ്ത്ത് ഏകദേശം ഒരു 123 മീറ്റേഴ്സും ഉണ്ട്.
ഇവിടെ ഈ ഒരു ഏരിയയിലായിട്ട് നമുക്ക് വൈറ്റ് കളറിൽ നല്ല ഭംഗിയായിട്ടുള്ള കുറേ സ്റ്റാച്യൂസ് കാണാൻ പറ്റും കേട്ടോ. കുറച്ച് അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ ഇപ്പം നമുക്കൊരു ലോങ് വ്യൂ മാത്രമാണ് കിട്ടുക. അപ്പുറത്തെ സൈഡിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റാച്യൂസിൻ്റെയൊക്കെ നല്ല ബ്യൂട്ടിഫുൾ വ്യൂ നമുക്ക് കിട്ടും. ഇപ്പോൾ ഇവിടെ ഈ ഒരു പാർലമെൻറ്റ് ഏരിയയിൽ തന്നെ വന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലത്തെ നല്ല ഗ്രീനിഷ് ആയിട്ടുള്ള ഗാർഡനിങ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറേ നല്ല സ്റ്റാച്യൂസ് നമുക്കിവിടെ കാണാൻ പറ്റും. നമുക്ക് അകലെ നിന്ന് നോക്കുമ്പോൾ വളരെ ചെറുതായിട്ടേ തോന്നുള്ളൂ, പക്ഷേ ഇതിൻ്റെ അടുത്ത് വരുമ്പോഴാണ് എത്ര വലിയ സ്റ്റാച്യൂസാണ് ഇവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് മനസ്സിലാവുക. അപ്പോൾ ഈ സ്റ്റാച്യൂസിൻ്റെ പുറകിലുള്ള ഹിസ്റ്ററിയൊക്കെ തന്നെ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഈ ഒരു പാർലമെൻറ്റ് ബിൽഡിങ്ങിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ വന്നു കേട്ടോ. ഈ ദനൂബ് റിവറാണ് നമ്മൾ ഈ കാണുന്നത്. ഇങ്ങനെ നോക്കുമ്പോഴാണ് നമുക്ക് ശരിക്കും ഈ ഒരു പാർലമെൻറ്റ് ബിൽഡിങ്ങിൻ്റെ ഭംഗി മനസ്സിലാവുക കേട്ടോ. നമുക്ക് ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ഒരു ലോങ് വ്യൂ കിട്ടണമെങ്കിൽ നമ്മൾ റിവറിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ വരണം. അപ്പോൾ കൂടുതൽ ആൾക്കാരും ഇങ്ങനെ ലോങ് വ്യൂവിന് വേണ്ടിയിട്ട് വന്ന് നിൽക്കുന്ന ഒരു പോയിൻ്റാണ് കേട്ടോ ഇത്. അതുപോലെ തന്നെ ഇവിടുന്ന് കുറേ ബോട്ട് സർവീസസ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അതിനുള്ള ഏരിയാസാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇവിടെ വന്നാൽ നമുക്ക് ബോട്ട് ടിക്കറ്റ്സ് എടുത്ത് നമുക്ക് ഈ ദനൂബ് റിവറിലൂടെ നല്ല അടിപൊളി ബോട്ട് ട്രിപ്സ് നടത്താൻ പറ്റും. ഈ ദനൂബ് റിവർ യൂറോപ്പിലെ തന്നെ സെക്കൻഡ് ലോങ്ങസ്റ്റ് ആയിട്ടുള്ള റിവറാണ്. അതുപോലെ തന്നെ ഇതൊരു മൾട്ടിനാഷണൽ റിവറാണ് കേട്ടോ. കാരണം 10 കൺട്രീസിലൂടെയാണ് ഈ ഒരു റിവർ ഒഴുകുന്നത്. ഈ ദനൂബ് റിവറിൻ്റെ ആദ്യത്തെ 1000 കിലോമീറ്റേഴ്സ് ഏരിയയിൽ മൊത്തം 59 ഡാമുകളാണ് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. 2850 കിലോമീറ്റേഴ്സ് ആണ് കേട്ടോ ഈ ദനൂബ് റിവറിൻ്റെ ടോട്ടൽ ലെങ്ത്. നമ്മളിപ്പോൾ ശരിക്കും ഈ ഒരു ദനൂബ് റിവർ സൈഡിൻ്റെ ഇപ്പുറത്തെ സൈഡിലാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ നമുക്ക് റൈറ്റ് സൈഡിലൊരു റോഡ് കാണാൻ പറ്റും. അതുപോലെ തന്നെ ട്രാം സ്റ്റേഷൻ, ട്രെയിൻ സ്റ്റേഷനൊക്കെ തൊട്ടടുത്താണ് കേട്ടോ. അപ്പോൾ ബുഡാപെസ്റ്റിൽ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ യൂസ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. കാരണം വളരെ ചെറിയ സിറ്റിയാണ്. നമുക്ക് മെയിൻ അട്രാക്ഷൻസൊക്കെ ഒരു 2-3 ദിവസത്തിനുള്ളിൽ കണ്ടു തീർക്കാൻ പറ്റും. അപ്പോൾ ബുഡാപെസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ കമ്പൽസറി ആയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടുത്തെ ഈ ദനൂബ് റിവറിലൂടെയുള്ള ഒരു ബോട്ട് റൈഡാണ് കേട്ടോ. അപ്പോൾ നമുക്ക് 2 സൈഡിലുള്ള ഒരുപാട് കാഴ്ചകൾ കാണാൻ പറ്റും. അതുപോലെ തന്നെ മെയിൻ അട്രാക്ഷൻസൊക്കെ ഈ റിവർ സൈഡിൻ്റെ 2 സൈഡിലായിട്ടാണ് നമുക്കുള്ളത്. അപ്പോൾ നമ്മളൊരു 1 hour 2 hour ഒരു ബോട്ട് ടൂർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പ്ലേസസൊക്കെ ഒറ്റയടിക്ക് തന്നെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. അപ്പം നമ്മളിപ്പോൾ ഇവിടെ ഒരു 1 hour ബോട്ട് ടൂറാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. നമുക്ക് അത്യാവശ്യം ഒരു 1 hour നന്നായിട്ട് റിലാക്സ് ചെയ്ത് ഇവർ ഹിസ്റ്ററിയൊക്കെ നമുക്ക് പറഞ്ഞു തരും. ഓരോ ബിൽഡിങ്സൊക്കെ കാണുമ്പോഴും അതിൻ്റെ ഹിസ്റ്ററിയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പോൾ അതൊക്കെ കേട്ട് നമുക്ക് ഈ കാഴ്ചകളൊക്കെ കണ്ട് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രിപ്പ് തന്നെയാണ്. ഈ ബുഡാപെസ്റ്റിലെ തന്നെ ലോങ്ങസ്റ്റ് ആയിട്ടുള്ള റിവറാണ് ദനൂബ് റിവർ. ഇതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് ഏകദേശം 560 മീറ്റേഴ്സ് ആണ്. ഈ ബുഡാപെസ്റ്റിനെ ശരിക്കും ക്വീൻ ഓഫ് ദനൂബും എന്ന് പറയാറുണ്ട് കേട്ടോ. അതിന് കാരണം എന്ന് പറയുന്നത് ഇവിടെ കാണുന്ന ബ്യൂട്ടിഫുൾ കാസ്റ്റൽസും ഇവിടുത്തെ ബ്രിഡ്ജും ഇതൊക്കെ ക്രോസ് ചെയ്യുന്ന ഒരു റിവർ ആയതുകൊണ്ടാണ്. ഇനിയിപ്പോൾ ഈ ദനൂബ് റിവറിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി പറയുകയാണെങ്കിൽ ഈ സെൻട്രൽ യൂറോപ്പിൻ്റെ തന്നെ ഫ്രഷ് ഡ്രിങ്കിങ് വാട്ടറിൻ്റെ ഒരു വൈറ്റൽ സോഴ്സാണ് ഈ ഒരു റിവർ എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ പറയുകയാണെങ്കിൽ യൂറോപ്പിലെ തന്നെ സെക്കൻഡ് ലോങ്ങസ്റ്റ് ആയിട്ടുള്ള റിവറാണ് ദനൂബ് റിവർ. ഇവിടെ ബുഡാപെസ്റ്റിൽ നമുക്ക് ഒരുപാട് റിവർ ബോട്ട് ഹോട്ടൽസ് കാണാൻ പറ്റും. ഇപ്പം നമ്മൾ കാണുന്ന ഈ ഒരു വൈറ്റ് ഹോട്ടലാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഹോട്ടൽ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. ഈ ബോട്ട് ഹോട്ടൽ പുറത്തുനിന്ന് കാണുന്ന പോലെ തന്നെ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. അപ്പോൾ ഞങ്ങൾ ഈ സ്റ്റേ ചെയ്ത ഹോട്ടലിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ പാർലമെൻറ്റ് ബിൽഡിംഗ് ഉള്ളത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ പാർലമെൻറ്റ് ബിൽഡിങ്ങിൻ്റെ ഒരു അടിപൊളി നൈറ്റ് വ്യൂ നമുക്ക് കിട്ടും. നമുക്ക് നമ്മുടെ റൂമിൻ്റെ വിൻഡോ കൂടെ നോക്കിക്കഴിഞ്ഞാലും അതുപോലെ തന്നെ ടെറസിൽ വന്ന് നോക്കിക്കഴിഞ്ഞാലും നല്ല അടിപൊളി വ്യൂ ആണ് കിട്ടുക. അപ്പോൾ ബുഡാപെസ്റ്റിലെ റിവർ ഹോട്ടൽ സ്റ്റേ വീഡിയോയും കാണാൻ മറക്കണ്ട. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ആ ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ബുഡാപെസ്റ്റിലെ തന്നെ മറ്റുള്ള ഒരുപാട് അട്രാക്ഷൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വീഡിയോ ഞാൻ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. പുതിയ കുറേ നല്ല വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ടു ഓൾ ഫോർ വാച്ചിങ് മൈ വീഡിയോ. സീ യു അഗൈൻ. ബൈ.